പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളോട് തന്നെ വളരെ സത്യസന്ധമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ണു തുറന്ന ആദ്യ നിമിഷം എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? ലോകം മുഴുവൻ കീഴടക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജിയാണോ നിങ്ങൾക്ക് തോന്നിയത്? അതോ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന വല്ലാത്തൊരു തളർച്ചയാണോ? നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഈ തളർച്ചയും ശരീരവേദനയുമൊക്കെ തലേദിവസത്തെ അമിതമായ ജോലിഭാരം കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടോ ആണെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ മടിക്കുന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യം അതിനു പിന്നിലുണ്ട്. അത് നിങ്ങളുടെ ശരീരം നിങ്ങളോട് നടത്തുന്ന ഒരു രഹസ്യ സംഭാഷണമാണ്. എനിക്കൊട്ടും വയ്യ, എനിക്ക് പഴയതുപോലെ നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിലവിളിക്കുന്നതാണ് ആ തളർച്ച. ആരാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ നിലവിളിക്കുന്നത്? നമ്മൾ കാണാത്ത, എന്നാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓരോ സെക്കൻഡിലും അതിശക്തമായി പോരാടുന്ന ആ കാവൽക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ രോഗപ്രതിരോധശേഷി അഥവാ നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഭയപ്പെടുന്നതുമായ ഒരു വാക്കാണിത്. ഒരു ചെറിയ തുമ്മലോ ജലദോഷമോ ചുറ്റുമുള്ളവരിൽ കണ്ടാൽ പോലും നമ്മൾ ഭയന്നുപോകുന്നു. പുറത്തിറങ്ങാൻ പേടിയാണ്. സ്വന്തം ശരീരത്തെപ്പോലും നമ്മൾ സംശയത്തോടെയാണ് ഇന്ന് നോക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പണ്ടൊക്കെ മഴ പെയ്യുന്നത് നമുക്കൊരു ആഘോഷമായിരുന്നു. ആ മഴയത്ത് ഓടിനടന്ന് കളിക്കാൻ നമുക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. പുറത്തൊരു ചെറിയ മഴ ചാറിയാലോ തണുത്തൊരു കാറ്റ് വീശിയാലോ നമ്മുടെ ഉള്ളിൽ ആധി കയറാൻ തുടങ്ങും. അയ്യോ, ഇനി പനി പിടിക്കുമോ, നാളെ ജോലിക്ക് പോകാൻ പറ്റാതാകുമോ എന്ന ചിന്ത നമ്മളെ വേട്ടയാടും. എപ്പോഴാണ് നമ്മുടെ ശരീരത്തിനുമേലുള്ള ആ ആത്മവിശ്വാസം നമുക്ക് നഷ്ടമായിപ്പോയത്? എപ്പോഴാണ് നമ്മൾ ഇത്രയധികം ദുർബലരായി പോയത്? ഇതിനുള്ള കൃത്യമായ കാരണവും പരിഹാരവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഈ തളർച്ചയ്ക്ക് പിന്നിൽ നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള ചില ശീലങ്ങളാണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? ആ കാവൽക്കാരനെ വീണ്ടും ശക്തനാക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇതിനൊരു ഉത്തരമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പ്രകൃതി നമുക്കായി കരുതിവെച്ച ചില അത്ഭുതങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ലബോറട്ടറികളോ മൈക്രോസ്കോപ്പുകളോ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ ഋഷിവര്യന്മാർ കണ്ടെത്തിയ ചില രഹസ്യങ്ങൾ. മരുന്നുകളല്ല, മറിച്ച് പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ. നമ്മുടെ അടുക്കള മുറ്റത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ കാണാതെ പോയ അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ചില പച്ചമരുന്നുകൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വെറും 3 അത്ഭുത ഔഷധങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചുപിടിക്കാൻ, ഉള്ളിലെ കെട്ടുപോയ ആ തീജ്വാലയെ വീണ്ടും കത്തിക്കാൻ ഈ 3 പേർ മാത്രം മതി. ഇത് കേവലം അറിവല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആയുർവേദം എന്നത് വെറുമൊരു ചികിത്സാശാസ്ത്രമല്ല, അതൊരു ജീവിതരീതിയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വമാണ് ഈ അനുഭവം. ആ സുരക്ഷിതത്വത്തിന്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യാത്രയിൽ ഓരോ നിമിഷവും ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ അറിവ് ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകളെ? എന്ത് കാലാവസ്ഥാ മാറ്റം വന്നാലും, ചുറ്റുമുള്ളവർക്കെല്ലാം പനി വന്നാലും അവർക്കൊന്നും സംഭവിക്കില്ല. അവർ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. അവരുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചമുണ്ടാകും. എന്താണ് അവരുടെ രഹസ്യം? ആയുർവേദത്തിൽ ഇതിനെ ഓജസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ സകല കോശങ്ങളുടെയും സത്തയാണ് ഓജസ്. എപ്പോഴാണോ ഓജസ് കുറയുന്നത്, അപ്പോഴാണ് രോഗങ്ങൾ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഒരു കോട്ടയുടെ മതിലിടിഞ്ഞാൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അകത്തു കയറാം എന്നു പറയുന്നതുപോലെ, ഓജസ് കുറയുമ്പോൾ ഏതു വൈറസിനും ബാക്ടീരിയയ്ക്കും നമ്മുടെ ശരീരത്തിൽ കയറി ആധിപത്യം സ്ഥാപിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഔഷധങ്ങൾ ചെയ്യുന്നത് ആ മതിൽ കെട്ടിപ്പടുക്കുകയാണ്. സിമന്റും കല്ലും കൊണ്ടല്ല, പ്രകൃതിയുടെ ചൈതന്യം കൊണ്ട്. നമുക്ക് ആദ്യത്തെ ഔഷധത്തിലേക്ക് കടക്കാം. ഇവനെ നമുക്ക് കരുത്തിന്റെ രാജാവ് എന്ന് വിളിക്കാം. പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ഗാംഭീര്യമുണ്ട്. അശ്വഗന്ധ. അശ്വം എന്നാൽ കുതിര. കുതിരയുടെ ഗന്ധമുള്ളത് എന്നർത്ഥം. എന്നാൽ ആയുർവേദം പറയുന്നത് മറ്റൊന്നാണ്. കുതിരയുടേതുപോലെയുള്ള കരുത്തും വേഗതയും ഓജസ്സും നൽകാൻ കഴിവുള്ള ഔഷധമെന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു യുദ്ധകുതിരയെ. എത്ര ഓടിയാലും തളരാത്ത മസിലുകൾ, ഉരുക്കിന്റെ ബലമുള്ള, എപ്പോഴും ജാഗ്രതയുള്ള ഒരു കുതിരയെ. ആ കുതിരയുടേതുപോലെയുള്ള ശക്തി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ലഭിച്ചാലോ? അതാണ് അശ്വഗന്ധ ചെയ്യുന്നത്. പക്ഷെ അശ്വഗന്ധ വെറുമൊരു മസിലുണ്ടാക്കാനുള്ള മരുന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. രോഗപ്രതിരോധശേഷി കുറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം.
നമ്മളെല്ലാവരും ഇന്ന് ഓട്ടത്തിലാണ്. ജോലിയുടെ ടെൻഷൻ, വീട്ടുകാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. മനസ്സ് എപ്പോഴും അശാന്തമാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് സ്ട്രെസ് കൂടുന്നത്, അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കോർട്ടിസോൾ ഒരു വില്ലനാണ്. അത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അപ്പാടെ തകർത്തുകളയും. അശ്വഗന്ധ ഒരു അഡാപ്റ്റോജനാണ്. എന്താണ് ഈ അഡാപ്റ്റോജൻ? പേടിക്കേണ്ട വലിയ ശാസ്ത്രീയ പദങ്ങളൊന്നും പറഞ്ഞു ബോറടിപ്പിക്കില്ല. ലളിതമായി പറഞ്ഞാൽ ഒരു സുഹൃത്തിനെപ്പോലെ പെരുമാറുന്ന ഔഷധം. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ക്ഷീണം വരുമ്പോൾ താങ്ങാവുകയും ചെയ്യുന്ന ഒരു ഉറ്റ സുഹൃത്ത്. അശ്വഗന്ധ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. ഒരു കൊടുങ്കാറ്റിന് ശേഷം കടൽ ശാന്തമാകുന്നതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഇത് ശാന്തമാക്കും. മനസ്സ് ശാന്തമാകുമ്പോൾ എന്തു സംഭവിക്കും? ഊർജം വെറുതെ പാഴാകില്ല. ആ ഊർജം ശരീരം രോഗങ്ങൾ ചെറുക്കാൻ ഉപയോഗിക്കും. രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാത്തവർ ഉണ്ടോ? തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുക്കാറാകുമ്പോഴേക്കും ഒന്നു മയങ്ങുന്നവർ. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ പ്രതിരോധശേഷി ഉണ്ടാകില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അശ്വഗന്ധയുടെ മാന്ത്രികത ഇവിടെയും പ്രവർത്തിക്കുന്നു. രാത്രിയിൽ അല്പം അശ്വഗന്ധ ഒരു ഗ്ലാസ് ചൂടുപാലിൽ കലക്കി കുടിച്ചു നോക്കൂ. അമ്മയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്നതുപോലെ ഒരു സുഖം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഗാഢമായ ഉറക്കം ലഭിക്കും. ആ ഉറക്കത്തിലാണ് ശരീരം കേടുപാടുകൾ തീർക്കുന്നത്, പുതിയ പടയാളികളെ സൃഷ്ടിക്കുന്നത്. ഇനി അശ്വഗന്ധ എങ്ങനെ കഴിക്കാം എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും. കടകളിൽ നിന്ന് വാങ്ങുന്ന ഗുളികകളേക്കാൾ അതിന്റെ വേരുകൾ ഉണക്കിപ്പൊടിച്ച ചൂർണമാണ് ഉത്തമം. 1 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം അല്പം നെയ്യോ തേനോ അല്ലെങ്കിൽ ചൂടുപാലോ ചേർത്ത് കഴിക്കാം. എന്നാൽ ഓർക്കുക, ആയുർവേദം കണക്കുകളുടെ ശാസ്ത്രമല്ല, മറിച്ച് അനുപാനങ്ങളുടെ കലയാണ്. നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഇതിൽ മാറ്റം വരാമെങ്കിലും പൊതുവെ രാത്രി കിടക്കുന്നതിനു മുൻപ് ഇത് ശീലമാക്കുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ബലപ്പെടുത്തും. അശ്വഗന്ധ നിങ്ങളുടെ നാഡികളെയും മനസ്സിനെയും ബലപ്പെടുത്തിയെങ്കിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന, ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന മറ്റൊരു അത്ഭുതത്തെയാണ്. ഇവനെ നമുക്ക് കൈപ്പുറ്റ അമൃത് എന്ന് വിളിക്കാം. പേര് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട. കാരണം നാവിന് രുചിയുള്ളതെല്ലാം ശരീരത്തിന് നല്ലതാകണമെന്നില്ല. പക്ഷേ ഈ കയ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ജീവന്റെ മധുരമാണ്, ഗുളൂച്ചി അഥവാ ചിറ്റമൃത്. അമൃത് എന്ന വാക്ക് വെറുതെ പേരിനുകൂടെ ചേർത്തതല്ല. അമൃതം പോലെ മരണമില്ലാത്തത് എന്നാണ് ഇതിനർത്ഥം. ഒരു വള്ളി മുറിച്ചിട്ടാൽ അത് ഉണങ്ങിപ്പോകില്ല. വായുവിൽ നിന്നുപോലും ജലാംശം വലിച്ചെടുത്ത് അത് വീണ്ടും തളിർക്കും. ആലോചിച്ചു നോക്കൂ, മുറിച്ചിട്ടാലും ഉണങ്ങാത്ത ആ ചെടിയുടെ ജീവശക്തി നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ എന്തു സംഭവിക്കും? പലപ്പോഴും നമ്മൾ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിച്ച് പനിയെ അമർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിറ്റമൃത് ചെയ്യുന്നത് അതല്ല. അത് പനിക്ക് കാരണമായ അണുക്കളെ വേരോടെ പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്തത്തിലെ വെളുത്ത രക്താണുക്കൾ, അതായത് നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ, അവരുടെ എണ്ണം കൂട്ടാനും അവർക്ക് ശത്രുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് നൽകാനും ചിറ്റമൃതിനോളം പോന്ന മറ്റൊരു മരുന്നില്ല എന്നു തന്നെ പറയാം. ഇത് ത്രിദോഷങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കുന്നു, അതായത് ശരീരത്തിന്റെ താളം തെറ്റാതെ നോക്കുന്നു. ഒരു പഴയ കഥയുണ്ട്. പണ്ട് ദേവാസുര യുദ്ധം നടന്നപ്പോൾ അമൃത് ലഭിക്കാൻ വേണ്ടി സമുദ്രം കടഞ്ഞു. അന്ന് അമൃത് കുടിക്കുമ്പോൾ ചില തുള്ളികൾ ഭൂമിയിൽ വീണുവെന്നും അവിടെയാണ് ചിറ്റമൃതുണ്ടായതെന്നും ഒരു ഐതിഹ്യമുണ്ട്. അത് വെറുമൊരു കഥയായിരിക്കാം, പക്ഷെ അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചറിഞ്ഞവർക്ക് അതൊരു കഥയല്ല, സത്യമാണ്. പ്രമേഹരോഗികൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ മാത്രമല്ല, പ്രമേഹം മൂലം ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും മാറ്റാനും ഇത് സഹായിക്കും. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചിറ്റമൃതുവള്ളിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആശുപത്രി കൂടെയുണ്ട് എന്ന് പറയാം. അതിന്റെ തണ്ട് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്നത് ശരീരത്തിലെ ഓരോ കോശത്തെയും ഉണർത്തുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി പനി വരുന്നവർക്കും അലർജി പ്രശ്നങ്ങളുള്ളവർക്കും ചിറ്റമൃത് ഒരു രക്ഷകവചമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും നിറയെ വിഷാംശങ്ങളുള്ള ഈ കാലത്ത് നമ്മുടെ കരളിനെ സംരക്ഷിക്കാൻ ചിറ്റമൃത് അത്യാവശ്യമാണ്. കരളാണ് നമ്മുടെ ശരീരത്തിലെ അരിപ്പ. ആ അരിപ്പ ബ്ലോക്കായാൽ ശരീരം മുഴുവൻ മാലിന്യം നിറയും. ചിറ്റമൃത് കരളിനെ വൃത്തിയാക്കുന്നു, ജീവൻ നൽകുന്നു. ഓർക്കുക സുഹൃത്തുക്കളെ, ആരോഗ്യം എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല, അതൊരു തപസ്സാണ്. നമ്മളിപ്പോൾ 2 വലിയ പോരാളികളെ പരിചയപ്പെട്ടു, കരുത്തുറ്റ അശ്വഗന്ധയും ജീവൻ നൽകുന്ന ചിറ്റമൃതും. പക്ഷെ നമ്മുടെ ആയുധപ്പുര പൂർത്തിയാകണമെങ്കിൽ ഒരാൾ കൂടി വേണം. നമ്മുടെ അടുക്കളയിലെ രാജാവ്, നമ്മൾ നിത്യം കാണുന്ന എന്നാൽ വില മനസ്സിലാക്കാത്ത സ്വർണ്ണനിറമുള്ള ആ ഔഷധം ഏതാണെന്നല്ലേ? അതെ, ആ സ്വർണ്ണവർണ്ണമുള്ള അത്ഭുതം മറ്റൊന്നുമല്ല,
നമ്മുടെ സ്വന്തം മഞ്ഞൾ തന്നെ. ഹരിദ്ര എന്നാണ് ആയുർവേദത്തിൽ ഇതിന്റെ പേര്. ഹരി എന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ സ്വർണ്ണ നിറം എന്നൊക്കെ അർത്ഥം വരാം. ദൈവികമായ പരിവേഷമുള്ള അടുക്കളയിലെ രാജ്ഞി. പലരും മഞ്ഞളിനെ കാണുന്നത് കറികൾക്ക് നിറം നൽകാനുള്ള ഒരു പൊടി മാത്രമായാണ്. എന്നാൽ ഓർക്കുക, നമ്മുടെ പൂർവികർ ഒരു കാരണവുമില്ലാതെ ഒന്നും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല. എന്തിനാണ് എല്ലാ കറികളിലും മഞ്ഞൾ ചേർക്കുന്നത്? അത് രുചിക്കുവേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും വിഷാംശമോ ബാക്ടീരിയയോ ഉള്ളിൽ കടക്കുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ കാവൽ നിൽക്കുന്ന ഒരു പോരാളിയാണ് മഞ്ഞൾ. ചെറുപ്പത്തിൽ കളിച്ചു വീണ് കാല് മുറിഞ്ഞാൽ അമ്മൂമ്മമാർ ഉടനെ ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരുന്നത് മഞ്ഞളും പച്ചിലയുമായിരിക്കും. അന്ന് നമ്മളതിനെ പുച്ഛിച്ചു കാണും. ഇതൊക്കെ എന്തു മരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ആധുനിക ശാസ്ത്രം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകം. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആന്റിബയോട്ടിക്, ആന്റിവൈറൽ, ആന്റിഫംഗൽ ഗുണങ്ങളുള്ള ഒന്നാണിത്. എന്നാൽ മഞ്ഞളിന്റെ മാജിക് അവിടെയും തീരുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു യുദ്ധമുണ്ട്. ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്നാണ് അതിനെ വിളിക്കുക. പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയണമെന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് പല അവയവങ്ങളിലും ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടാകും. ക്യാൻസർ മുതൽ ഹൃദ്രോഗം വരെയുള്ള വലിയ രോഗങ്ങളുടെ തുടക്കം ഇത്തരം ചെറിയ നീർക്കെട്ടുകളിൽ നിന്നാണ്. ഈ നീർക്കെട്ടിനെ തീയിൽ വെള്ളമൊഴിക്കുന്നതുപോലെ ശാന്തമാക്കാൻ മഞ്ഞളിന് കഴിയും. അത് ശരീരത്തിലെ വേദനകളെ വലിച്ചെടുക്കുന്നു. ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അത് തലച്ചോറിലേക്കുള്ള വേദനയുടെ സിഗ്നലിനെ തടയുകയാണ് മാത്രം ചെയ്യുന്നത്. എന്നാൽ മഞ്ഞൾ ചെയ്യുന്നത് വേദനയുടെ കാരണത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്. പക്ഷേ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ രഹസ്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മഞ്ഞൾ വെറുതെ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ അതിന്റെ ഗുണം പൂർണ്ണമായി ശരീരത്തിന് കിട്ടില്ല. മഞ്ഞളിലെ കുർക്കുമിനെ രക്തത്തിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ അതിനൊരു കൂട്ടുകാരൻ വേണം. ആരാണെന്നോ? നമ്മുടെ കുരുമുളക്. അതെ, കറുത്ത പൊന്ന്. മഞ്ഞളും കുരുമുളകും ചേരുമ്പോൾ അതൊരു അത്ഭുത മരുന്നായി മാറുന്നു. പൂട്ടും താക്കോലും പോലെയാണത്. കുരുമുളകിലെ പെപ്പറിൻ എന്ന ഘടകം മഞ്ഞളിന്റെ ഗുണത്തെ 2000 മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്വർണ്ണ ഔഷധം കഴിക്കേണ്ടത്? പാശ്ചാത്യ ലോകം ഇന്ന് ഗോൾഡൻ മിൽക്ക് എന്ന് പേരിട്ട് ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പാൽ തന്നെ ഉത്തമം. രാത്രി കിടക്കുന്നതിനു മുൻപ് 1 ഗ്ലാസ് ചൂടുപാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് കുരുമുളക് പൊടിയും അല്പം പശുവിൻ നെയ്യും ചേർക്കുക. നെയ്യ് ചേർക്കുന്നതെന്തിനാണെന്നോ? മഞ്ഞളിലെ ഗുണങ്ങൾ കൊഴുപ്പിൽ അലിയുന്നവയാണ്. അത് വേഗത്തിൽ കോശങ്ങളിലെത്താൻ നെയ്യ് സഹായിക്കും. ഈ പാനീയം കുടിച്ചു നോക്കൂ. തൊണ്ടയിലെ അസ്വസ്ഥതകൾ മാറും, ശ്വാസകോശത്തിലെ കഫക്കെട്ട് അലിഞ്ഞുപോകും, ശരീരം മുഴുവൻ ഒരു ഊഷ്മളത അനുഭവപ്പെടും. ഒരു അമ്മയുടെ കരുതൽ പോലെ അത് നിങ്ങളെ പൊതിഞ്ഞുപിടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ 3 വലിയ ശക്തികളെക്കുറിച്ചാണ് സംസാരിച്ചത്. മനസ്സിനും നാഡികൾക്കും കരുത്തു പകരുന്ന അശ്വഗന്ധ, രക്തത്തെ ശുദ്ധീകരിച്ച് അമൃതം പകരുന്ന ചിറ്റമൃത്, രോഗങ്ങളെ തടുത്തു നിർത്തി മുറിവുകളെ ഉണക്കുന്ന മഞ്ഞൾ. ഇവർ 3 പേരും ചേർന്നാൽ തന്നെ ഏതു വൈറസിനാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക? ചിന്തിച്ചു നോക്കൂ. ഇതൊരു അത്ഭുത ത്രികോണം അല്ലേ? നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് സമ്മാനിച്ച അമൂല്യനിധികൾ. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ മരുന്നുകൾ മാത്രം കഴിച്ചതുകൊണ്ട് നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരാകുമോ? ഇല്ല. ഒരു യുദ്ധം ജയിക്കാൻ ആയുധങ്ങൾ മാത്രം പോരാ, ആയുധം ഉപയോഗിക്കുന്നവന്റെ മിടുക്കുകൂടി വേണം. നിങ്ങളുടെ ശരീരമാണ് ആ യുദ്ധക്കളം. ഈ ഔഷധങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടും നീതി പുലർത്തണം. നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ ഏറ്റവും നല്ല പെട്രോള് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കും. പക്ഷെ സ്വന്തം വയറ്റിലേക്ക് എന്ത് ചവറ്റുകുട്ടയും വലിച്ചുവാരിയിടും. മായം കലർന്ന ഭക്ഷണവും കൃത്രിമ പാനീയങ്ങളും കഴിച്ച് എന്നിട്ട് മഞ്ഞൾ വെള്ളം കുടിച്ചാൽ രോഗം മാറുമോ? ഇല്ല. ആയുർവേദം പറയുന്നത് ആഹാരം തന്നെയാണ് ഔഷധമെന്നാണ്. പ്രകൃതിയോട് ഇണങ്ങിയ ഭക്ഷണം കഴിക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുകയും അസ്തമിക്കുമ്പോൾ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആധുനിക കാലത്ത് ഇത് ബുദ്ധിമുട്ടാണെന്നെനിക്കറിയാം. പക്ഷെ ആരോഗ്യമില്ലാതെ എന്തു നേടിയിട്ടും കാര്യമുണ്ടോ? ആശുപത്രി കിടക്കയിൽ കിടന്ന് സമ്പാദിച്ച പണത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? ഇല്ല സുഹൃത്തുക്കളെ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് കാത്തുസൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 3 ഔഷധങ്ങളും അശ്വഗന്ധ, ചിറ്റമൃത്, മഞ്ഞൾ, ഇവ വെറും മരുന്നുകളല്ല. ഇവ പ്രകൃതിയുടെ സ്നേഹമാണ്. അമ്മ മക്കൾക്ക് നൽകുന്ന സ്നേഹം പോലെ ഭൂമിദേവി നമുക്ക് നൽകിയ കരുതലാണിത്. ഇവയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അസുഖം വരാതെ നോക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ 1 ഗ്ലാസ് മഞ്ഞൾപ്പാല് കുടിക്കുക.
ഇടയ്ക്കിടെ ചിറ്റമൃതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. സ്ട്രെസ് തോന്നുമ്പോൾ അശ്വഗന്ധയെ കൂട്ടുപിടിക്കുക. മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ പഴയ ആ ക്ഷീണിച്ച മുഖമല്ല, മറിച്ച് തേജസ്സുള്ള, ആത്മവിശ്വാസമുള്ള ഒരു പുതിയ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ ഉണർത്തൂ. രോഗങ്ങളെ ഭയന്ന് ജീവിക്കേണ്ടവരല്ല നമ്മൾ. പ്രകൃതിയുടെ കരുത്തു കൂടെയുള്ളപ്പോൾ എന്തിനെ പേടിക്കണം? ഈ അറിവ്, ഇത് വെറും അറിവായി സൂക്ഷിക്കാനുള്ളതല്ല, ഇത് പകർന്നുകൊടുക്കാനുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ അല്ലെങ്കിൽ ഈ വിവരം പറഞ്ഞുകൊടുക്കുന്നത് വഴി ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെട്ടേക്കാം, ഒരാളുടെ ജീവൻ രക്ഷപ്പെട്ടേക്കാം. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് വർദ്ധിക്കുകയേയുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ കാവൽക്കാരനെ ഉണർത്താൻ ഈ കൊച്ചു വീഡിയോയ്ക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതി നമ്മളിലേക്ക് വച്ചു നീട്ടുന്ന ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുമെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം.